ദി ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദി ഓപ്പൺ മൈക്ക് ചാനലിനു വേണ്ടി ഞങ്ങൾ ഒരു പുതിയ റിപ്പോർട്ടുമായി എത്തിയിരിക്കുകയാണ്. ഒരു ചോദ്യത്തോടെ തുടങ്ങാം. ഒരു ചെറിയ ദൂരം വെറും 400 മീറ്റർ സഞ്ചരിക്കാൻ ഒരു ടാക്സിക്ക് നിങ്ങൾ എത്ര രൂപ കൊടുക്കും? ഒരു 50 രൂപ, അല്ലെങ്കിൽ ഒരു 100? ഹേറി വന്നാൽ അത്രയൊക്കെ തന്നെ. പക്ഷേ മുംബൈയിൽ ഈ അടുത്ത് ഒരു വിദേശ വനിതയ്ക്ക് കൊടുക്കേണ്ടി വന്നത് 18,000 രൂപയാണ്. അതെ, കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഞെട്ടലാണല്ലേ? തീർച്ചയായും. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട ഒന്നല്ല എന്നതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം. ഇതൊരു തട്ടിപ്പുകാരനായ ഡ്രൈവറുടെ മാത്രം കഥയല്ല, മറിച്ച് വർഷങ്ങളായി വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ ഏറ്റവും പുതിയൊരു മുഖം മാത്രമാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സംഭവത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ നിന്നും തന്നെ തുടങ്ങാം. ഇങ്ങനെയൊരു സംഭവം നടന്നതന്നെ പുറം ലോകം എങ്ങനെയാണ് അറിഞ്ഞത്? ഇതൊരു പോലീസ് പരാതിയിൽ നിന്നല്ലല്ലോ തുടങ്ങിയത്, അല്ലേ? അല്ല. അതാണിതിലെ ഏറ്റവും രസകരമായ കാര്യം. അർജന്റീന അരിയാനോ എന്ന അമേരിക്കൻ യുവതിയാണ് തനിക്കുണ്ടായ ഈ ചതി ലോകത്തെ അറിയിച്ചത്. സംഭവം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും അവർക്കൊരു നീതിയും കിട്ടിയിരുന്നില്ല. 2 ആഴ്ചയോ? അതെ. ഒടുവിൽ ജനുവരി 26-ന് അവർ എക്സ്, അതായത് നമ്മൾ പണ്ട് ട്വിറ്റർ എന്ന് വിളിച്ചിരുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങി. എന്നിട്ട് തനിക്കുണ്ടായ അനുഭവം അങ്ങ് പോസ്റ്റ് ചെയ്തു. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്? അതെ. ആ ഒരൊറ്റ പോസ്റ്റാണ് ഈ വിഷയത്തിലേക്ക് അധികാരികളുടെ എല്ലാം ശ്രദ്ധ കൊണ്ടുവന്നത്. ഒന്ന് നിൽക്കൂ, അപ്പോ അവർ ഔദ്യോഗികമായ ഒരു പരാതി പോലും കൊടുത്തിരുന്നില്ല എന്നാണോ? ഇല്ല. വെറുതെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടതാണോ? സാധാരണ ഇത്തരം പോസ്റ്റുകളൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ലല്ലോ. എന്നിട്ടും ഇതിന് ഇത്ര വലിയ പ്രതികരണം കിട്ടി. എന്തായിരുന്നു ആ പോസ്റ്റിൽ എത്ര പ്രത്യേകത? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സാധാരണ ശ്രദ്ധ കിട്ടാറില്ല. പക്ഷെ അവരുടെ പോസ്റ്റ് വളരെ വ്യക്തവും കൃത്യവുമായിരുന്നു. അവർ എഴുതിയതിങ്ങനെയാണ്: അടുത്തിടെ മുംബൈയിൽ വിമാനമിറങ്ങി, ഹോട്ടലിലേക്കൊരു ടാക്സി വിളിച്ചു. ഓക്കെ. ഡ്രൈവറും കൂടെയുണ്ടായിരുന്ന മറ്റൊരാളും ചേർന്ന് എന്നെ അപരിചിതമായ ഒരിടത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് $200. $200? അതായത് ഏകദേശം 18,000 രൂപ. അതെ, അത്രയും വാങ്ങി അതിനുശേഷമാണ് ഹോട്ടലിൽ ഇറക്കിവിട്ടത്. വിമാനത്താവളത്തിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം ദൂരമേ ആ ഹോട്ടലിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. 400 മീറ്ററിന് 18,000 രൂപ. എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ആർക്കും പറ്റില്ല. ഇതിലെ പോലീസിനെ സഹായിച്ച ഒരു നിർണായക തെളിവ് കൂടി ഉണ്ടായിരുന്നു, അല്ലേ? അതെ, അതാണ് ഈ കേസിലെല്ലാം മാറ്റിമറിച്ചത്. ആ വെപ്രാളത്തിനിടയിലും അവർ ആ ടാക്സിയുടെ നമ്പർ കൃത്യമായി ഫോട്ടോ എടുക്കുകയോ കുറിച്ചെടുക്കുകയോ ചെയ്തിരുന്നു. ഈ നമ്പർ പോസ്റ്റിൽ ചേർത്തതോടെ പോലീസിന് പണിയെളുപ്പമായി. ശരി. ആ പോസ്റ്റ് ആളുകളെ ഏറ്റെടുത്തു. ഏകദേശം 1.15 ലക്ഷത്തിലധികം പേരാണ് ആ പോസ്റ്റ് കണ്ടത്. അതോടെ സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഒരു വഴിയുമില്ലാതായി. അപ്പോ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് എല്ലാത്തിനും തുടക്കമിട്ടത്. പക്ഷേ ജനുവരി 12-ന് രാത്രി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് വെറും 400 മീറ്റർ ദൂരം ഇത്ര വലിയൊരു തട്ടിപ്പായി മാറിയത്? അതാണ് ഈ തട്ടിപ്പുകാരുടെ ഒരു പ്രവർത്തന രീതി. ദേശരാജ് യാദവ് എന്ന 50-കാരനായ ഡ്രൈവർക്ക് ഹോട്ടൽ എവിടെയാണെന്ന് കൃത്യമായി അറിയാമായിരുന്നു. പക്ഷെ അയാൾ ആ യുവതിയെ നേരെ ഹോട്ടലിൽ കൊണ്ടുപോകുന്നതിന് പകരം ഏകദേശം 20 മിനിറ്റോളം അന്ധേരി ഈസ്റ്റ് ഭാഗത്ത് ചുറ്റിക്കറക്കി. 20 മിനിറ്റോ? 400 മീറ്റർ പോകാനോ? അതെ. ഇതൊരു വെറും ചുറ്റിക്കറക്കലല്ല, ഇതൊരു മനഃശാസ്ത്രപരമായ കളിയാണ്. മനഃശാസ്ത്രപരമായ കളിയോ? അതെങ്ങനെ? തീർച്ചയായും. ഒന്നോർത്തു നോക്കൂ, നിങ്ങൾ ആദ്യമായി ഒരു വിദേശ രാജ്യത്ത് വന്നിറങ്ങുന്നു. രാത്രി സമയമാണ്, ഭാഷ അറിയില്ല, വഴികൾ അറിയില്ല. ശരിയാണ്. ആകെ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും. ഈ മാനസികാവസ്ഥയെയാണ് ഇവർ മുതലെടുക്കുന്നത്. മനഃപൂർവ്വം തെറ്റായ വഴികളിലൂടെ ഓടിച്ച് യാത്രക്കാരെ കൂടുതൽ ഭയപ്പെടുത്തുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യും. എന്നിട്ട് അവസാനം ചോദിക്കുന്ന പണം തന്ന് എങ്ങനെയെങ്കിലും ഹോട്ടലിലെത്തിയാൽ മതിയെന്നൊരവസ്ഥയിലേക്ക് യാത്രക്കാരെ എത്തിക്കും. ശരിയാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മളായിരുന്നെങ്കിൽ പോലും പേടിച്ചു പോകും. പ്രത്യേകിച്ച് ഡ്രൈവറുടെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ. അതെ, ആ രണ്ടാമത്തെ ആളുടെ സാന്നിധ്യം ഭീഷണി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. അതോടെ എതിർക്കാനുള്ള ധൈര്യം പോലും യാത്രക്കാർക്ക് നഷ്ടപ്പെടും. ഈ ഒരു നിസ്സഹായാവസ്ഥയാണ് അവർ ചൂഷണം ചെയ്തത്. ഓക്കെ. അപ്പോൾ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? പോലീസിന്റെ ഇടപെടൽ വളരെ വേഗത്തിലായിരുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അർജന്റീന അരിയാനോ അമേരിക്കയിലേക്ക് തിരിച്ചു പോയിരുന്നു. ഒരു പരാതിയും കൊടുത്തിരുന്നില്ല. എന്നിട്ടും വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ജനുവരി 27-ന് പോലീസ് സ്വമേധയാ ഒരു FIR രജിസ്റ്റർ ചെയ്തു. പരാതിക്കാരനില്ലാതെ തന്നെ? അതെ. ഇതിനെയാണ് നിയമത്തിന്റെ ഭാഷയിൽ സുവോ മോട്ടു FIR എന്ന് പറയുന്നത്. അത് കൊള്ളാം.
പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഈ കേസ് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ചർച്ചയായതുകൊണ്ടല്ലേ പോലീസിന് ഇത്ര ആവേശം? അതൊരു നല്ല ചോദ്യമാണ്. 1,00,000-ൽ കൂടുതൽ ആളുകൾ കണ്ടൊരു പോസ്റ്റല്ലേ? അല്ലെങ്കിൽ സാധാരണ ഒരു ടൂറിസ്റ്റ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടാൽ ഇതേ വേഗതയിൽ നടപടി ഉണ്ടാകുമോ? ഇത് ശരിക്കും നീതി നടപ്പാക്കലാണോ അതോ മുംബൈയുടെ പേര് ചീത്തയായതുകൊണ്ടുള്ള ഒരു മുഖം രക്ഷിക്കൽ നടപടിയാണോ? ഒരുപക്ഷെ രണ്ടും ശരിയായിരിക്കാം. സോഷ്യൽ മീഡിയയിലെ ഈ ചർച്ച പോലീസിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകും. ഉണ്ടാവും. മുംബൈയുടെ പ്രതിച്ഛായ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തം കൂടിയാണല്ലോ. പക്ഷേ കാരണം എന്തുതന്നെയായാലും അവർ പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ കാണിച്ച വേഗതയെ നമ്മൾ അഭിനന്ദിക്കണം. ശരിയാണ്. FIR രജിസ്റ്റർ ചെയ്ത് വെറും 3 മണിക്കൂറിനുള്ളിൽ പോലീസ് പ്രതിയായ ദേശരാജ് യാദവിനെ അറസ്റ്റ് ചെയ്തു. 3 മണിക്കൂറോ? അത് അവിശ്വസനീയമായി തോന്നുന്നു. അതെ, യുവതി പോസ്റ്റ് ചെയ്ത ആ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ തന്നെയാണ് അന്വേഷണത്തിൽ നിർണായകമായത്. DCP മനീഷ് കൽവാനിയ, സീനിയർ ഇൻസ്പെക്ടർ മനോജ് ചാൽക്കെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വളരെ പെട്ടെന്ന് പ്രതിയെ കണ്ടെത്തിയത്. അവർ ഹോട്ടലുമായി ബന്ധപ്പെട്ടപ്പോൾ യുവതി ജനുവരി 13 തന്നെ ചെക്കൌട്ട് ചെയ്ത് പൂനെയിലേക്കും പിന്നീട് അമേരിക്കയിലേക്കും മടങ്ങിയതായി സ്ഥിരീകരിച്ചു. അവർ ഈ സംഭവത്തെക്കുറിച്ച് ഹോട്ടലുകാരോട് പോലും ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പോ ഈ പിടിക്കപ്പെട്ട ദേശരാജ് യാദവിനെതിരെ എന്ത് നടപടിയാണ് എടുത്തത്? അയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ടാക്സി പിടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കേ. വഞ്ചനാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ RTOയ്ക്ക് റിപ്പോർട്ട് നൽകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. നല്ല കാര്യം. കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ആ രണ്ടാമത്തെ ആൾക്കായി പോലീസ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോ ഈ ദേശരാജ് യാദവിനെ പിടിച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുമെന്ന് തോന്നുന്നില്ല. ഇത് ഇങ്ങനത്തെ ആദ്യത്തെ സംഭവമൊന്നും അല്ല അല്ലേ? അല്ല. ഇതത് സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. തീർച്ചയായും. അവിടേക്കാണ് നമ്മൾ അടുത്തതായി വരുന്നത്. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ശരിക്കും 2024 ഡിസംബർ മാസത്തിൽ മാത്രം സമാനമായ 2 കേസുകൾ ഇതേ സഹർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരേ മാസമോ? അതെ. ഇത് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പിന്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് നമുക്ക് കാട്ടിത്തരുന്നു. ആ കേസുകൾ കൂടി വിശദമാക്കാമോ? അപ്പോ കേൾവിക്കാർക്ക് ഈ പ്രശ്നത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം കിട്ടും. പറയാം. ആദ്യത്തെ കേസ് D. വിജയ് എന്ന ഒരു ഓസ്ട്രേലിയൻ NRIയുടേതാണ്. ഓക്കെ. ഒരു ബിസിനസ്സുകാരനായ അദ്ദേഹത്തിൽ നിന്ന് വെറും 10 മിനിറ്റ് യാത്രയ്ക്ക് 2800 രൂപയാണ് ഒരു ടാക്സി ഡ്രൈവർ ഈടാക്കിയത്. അയ്യോ. അദ്ദേഹം അപ്പോൾ തന്നെ പരാതിപ്പെട്ടില്ല. നാഗ്പൂരിലെത്തിയ ശേഷമാണ് ഇമെയിൽ വഴി പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിനോദ് ഗോസ്വാമി എന്ന ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ കേസ് ഒരു വിദ്യാർത്ഥിയുടേതാണെന്ന് തോന്നുന്നു. അതെ, അമേരിക്കയിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന 19-കാരനായ വിശ്വജിത് പാട്ടീലിനാണ് ആ ദുരനുഭവമുണ്ടായത്. പാവം. അവധിക്കാലത്ത് നാട്ടിലേക്ക് വന്നതായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് ദാദർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനാണ് ഓട്ടോ വിളിച്ചത്. മീറ്ററിൽ ആകെ കാണിച്ചത് 106 രൂപ. 106 രൂപ. എന്നാൽ റിതേഷ് കഥം എന്ന ഓട്ടോ ഡ്രൈവർ ഭീഷണിപ്പെടുത്തി വാങ്ങിയത് 3500 രൂപയാണ്. 3500? അതെ. ഈ 3 കേസുകളിലും ഒരു പൊതുവായ കാര്യമുണ്ട്. വിദേശത്ത് നിന്ന് വരുന്ന മുംബൈ നഗരം അത്ര പരിചയമില്ലാത്ത ആളുകളെയാണ് ഇവർ കൃത്യമായി ലക്ഷ്യം വെക്കുന്നത്. കൃത്യമായി. ഒരാൾ NRI ബിസിനസ്സുകാരൻ, മറ്റൊരാൾ വിദേശ വിദ്യാർത്ഥി, പിന്നെ ഒരു വിദേശ വനിത. വിമാനത്താവളത്തിൽ വച്ച് തന്നെ ഇവരെ കണ്ടെത്തുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ ഒരു നഗരത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് സംഭവിക്കുന്നത്? ഇതൊരു സിസ്റ്റത്തിന്റെ പരാജയമല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്. ഇതൊരു വ്യക്തിയുടെ മാത്രം തെറ്റല്ല. ഇതിന് കാരണം പലതാണ്. ഒന്നാമത്തേത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. അതെങ്ങനെയാണ്? മുംബൈ വിമാനത്താവളത്തിൽ അന്താരാഷ്ട്ര യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് വിദേശികൾക്ക്, വഴികാട്ടാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. എവിടെയാണ് പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ, ഏതാണ് ഔദ്യോഗിക ടാക്സി സ്റ്റാൻഡ് എന്നൊന്നും വ്യക്തമാക്കുന്ന സൈൻ ബോർഡുകൾ വേണ്ടത്രയില്ല. ശരിയാണ്. ഈ ആശയക്കുഴപ്പമാണ് തട്ടിപ്പുകാരുടെ പ്രധാന മൂലധനം. ഇത് പരിഹരിക്കാൻ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? മുൻ IPS ഉദ്യോഗസ്ഥനായ YP സിംഗിന്റെ ചില അഭിപ്രായങ്ങൾ ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹം വളരെ പ്രായോഗികമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ, YP സിംഗ് ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത്, ഒന്നാമതായി പരാതി നൽകാനുള്ള സംവിധാനം വളരെ എളുപ്പമാക്കണമെന്നാണ്. അത് വളരെ പ്രധാനമാണ്. ഒരു വിനോദസഞ്ചാരിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി മണിക്കൂറുകളോളം കാത്തിരുന്ന് പരാതി നൽകുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് പലരും പരാതിപ്പെടാതെ പോകുന്നത്. ശരിയാണ്. രണ്ടാമതായി, എല്ലാ ടാക്സികളുടെയും അകത്തും പുറത്തും പോലീസിൽ പരാതിപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ വളരെ വ്യക്തമായി പ്രദർശിപ്പിക്കണം.
അത് ഡ്രൈവർമാർക്കൊരു പേടിയുണ്ടാക്കും അല്ലേ? തീർച്ചയായും. അദ്ദേഹം ഇടനിലക്കാരും സുരക്ഷാ ജീവനക്കാരും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അത് വളരെ ഗൗരവമുള്ളൊരു ആരോപണമല്ലേ? വളരെ ഗൗരവമുള്ള ആരോപണമാണ്. പലപ്പോഴും വിമാനത്താവളത്തിലെ ചില സുരക്ഷാ ജീവനക്കാരുടെയോ മറ്റുദ്യോഗസ്ഥരുടെയോ മൗനാനുവാദത്തോടെയാണ് ഈ തട്ടിപ്പുകാരായ ഡ്രൈവർമാർ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഇതിന് പിന്നിൽ ഒരു റാക്കറ്റ് തന്നെയുണ്ട്. അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കൂട്ടുകെട്ട് തകർക്കാതെ ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാനാവില്ല. അതുകൊണ്ടാണ് സാമൂഹിക പ്രവർത്തകനായ മുഹമ്മദ് അഫ്സൽ പറയുന്നത്, ഇതൊരു പുതിയ പ്രശ്നമല്ല, കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളായി ഈ പ്രശ്നം നിലവിലുണ്ടെന്ന്. പതിറ്റാണ്ടുകളായോ? അതെ. നിയമങ്ങളില്ലാത്തതല്ല പ്രശ്നം, അത് നടപ്പാക്കുന്നതിലെ വലിയൊരു വീഴ്ചയാണ്. അപ്പോൾ നിയമങ്ങളുണ്ട്, അത് നടപ്പാക്കാൻ പോലീസുമുണ്ട്, എന്നിട്ടും വർഷങ്ങളായി ഈ തട്ടിപ്പ് തുടരുന്നു. എന്തുകൊണ്ടാണ് ഈ എൻഫോഴ്സ്മെന്റ് ഗ്യാപ്പ് അഥവാ നിയമം നടപ്പാക്കുന്നതിലെ ഈ വിടവ് അവിടെ തുടരുന്നത്? അതാണിതിലെ കാതലായ ചോദ്യം. ഇതൊരൊറ്റപ്പെട്ട ഡ്രൈവറുടെ ധൈര്യമല്ല, ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാണത്. സിംഗ് ശുപാർശ ചെയ്യുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവമനുസരിച്ച് നടപടി വേണമെന്നാണ്. ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന പോലുള്ള ഗുരുതരമായ കേസുകളിൽ വഞ്ചനയ്ക്ക് മാത്രമല്ല, എക്സ്റ്റോഷൻ പോലുള്ള ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണം. ശരി. ചെറിയ തട്ടിപ്പുകളാണെങ്കിൽ പോലും ആ ടാക്സിയുടെ പെർമിറ്റ് റദ്ദാക്കുന്നതുപോലുള്ള കർശന നടപടികൾ വേണം. അപ്പോൾ മാത്രമേ ഒരു ഭയമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു വശത്ത് വിമാനത്താവളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, വ്യക്തമായ സൈൻ ബോർഡുകൾ വയ്ക്കുക. മറുവശത്ത് നിയമം കർശനമായി നടപ്പാക്കുക, ഈ കൂട്ടുകെട്ടുകളെ തകർക്കുക. അതെ, ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് നടന്നാൽ മാത്രമേ ഒരു മാറ്റം പ്രതീക്ഷിക്കാൻ കഴിയൂ. ശരിയാണ്. കാരണം ഒരു അന്താരാഷ്ട്ര നഗരമെന്ന നിലയിൽ മുംബൈയുടെ, അതുവഴി ഇന്ത്യയുടെ തന്നെ പ്രതിച്ഛായയെ ബാധിക്കുന്ന വിഷയമാണിത്. അതിഥി ദേവോ ഭവ എന്ന് നമ്മൾ പറയും. അതെ. പക്ഷേ വിമാനമിറങ്ങുന്ന ഒരു വിനോദസഞ്ചാരിക്ക് ആദ്യമുണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? വളരെ മോശം സന്ദേശമാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ദ്രുതഗതിയിലുള്ള നടപടി ഒരു നല്ല തുടക്കമാണ്, സമ്മതിക്കുന്നു. എന്നാൽ ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കേസിൽ മാത്രമായി ഒതുങ്ങരുത്. ഇതൊരു സ്ഥിരം സംവിധാനമായി മാറണം. അതെ, ഒരു നിരന്തരമായ പരിഹാരം അത്യാവശ്യമാണ്. കാര്യക്ഷമമായ ഹെൽപ്പ് ഡെസ്കുകൾ, കർശനമായ നിരീക്ഷണം, എളുപ്പത്തിൽ പരാതിപ്പെടാനുള്ള സംവിധാനം, പിടിക്കപ്പെട്ടാൽ കടുത്ത ശിക്ഷ, ഇതെല്ലാം ഒരുമിച്ച് വന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു അറുതിയുണ്ടാവുകയുള്ളൂ. അതോടൊപ്പം യാത്രക്കാരും കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അല്ലേ? തീർച്ചയായും. വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഔദ്യോഗിക പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറുകൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഊബർ, ഓല പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുക. പരിചയമില്ലാത്ത ഡ്രൈവർമാർ വന്ന് കുറഞ്ഞ കാശിന് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ വീണുപോകാതിരിക്കുക. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനടി പോലീസിന്റെയോ വിമാനത്താവള അധികൃതരുടെയോ സഹായം തേടാൻ മടിക്കരുത്. നമ്മളൊരു വിദേശ ടൂറിസ്റ്റിന് 10,000 രൂപ നഷ്ടപ്പെട്ടൊരു വാർത്തയിൽ നിന്നാണ് തുടങ്ങിയത്. പക്ഷെ എപ്പോ സംസാരിച്ചു വന്നപ്പോൾ മനസ്സിലാവുന്നത് ഇതൊരു വ്യക്തിയുടെ നഷ്ടത്തിന്റെ കഥയല്ല, മറിച്ചൊരു നഗരത്തിന്റെ വിശ്വാസ്യതയെയും ഒരു രാജ്യത്തിന്റെ അതിഥി സൽക്കാരത്തെയും കുറിച്ചുള്ള വലിയൊരു ചർച്ചയാണെന്നാണ്. തീർച്ചയായും ഈ ഒരു സംഭവം ഒരു മാറ്റത്തിന് കാരണമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനം ഇവിടെ അവസാനിക്കുകയാണ്. ദി ഓപ്പൺ മൈക്ക് കേട്ട എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ നന്ദി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയക്കാർക്കോ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് ശരിയാണ്. അവയും ഞങ്ങളുമായി പങ്കുവയ്ക്കാം. കാരണം ഓരോ അനുഭവവും ഒരു പാഠമാണ്. അതുപോലെ ഇതുപോലെ നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളോ പ്രചോദനകരമായ മറ്റെന്തെങ്കിലും കഥകളോ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ ദയവായി ഞങ്ങൾക്ക് ഇമെയിൽ ചെയ്യുക. ചില വിഷയങ്ങളിലേക്ക് ഒരു ആഴത്തിലുള്ള ചർച്ച നടത്താൻ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് സഹായകമാകും. ഞങ്ങളുടെ വിലാസം theopenmicpodcasts@gmail.com. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.